പരിശുദ്ധ റൂഹായിക്ക് സ്തുതി ആദ്യം മുതലെന്ന് വന്നേക്കുന്നുണ്ട്. ആമീൻ. ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂബ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, വീണ്ടും അർത്ഥമില്ലാത്ത പ്രസ്താവനകളുമായി IOC മെത്രാപ്പോലീത്ത എന്ന വിഷയത്തെ പറ്റിയാണ്. IOC സഭയിലെ യുഹാനോന്മാർ ദിയസ്കോറസ് മെത്രാപ്പോലീത്ത കഴിഞ്ഞ 1-2 ആഴ്ചകൾക്ക് മുമ്പ് ഒരു വീഡിയോ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. പിന്നെയും തുടർച്ചയായിട്ട് അദ്ദേഹം അർത്ഥമില്ലാത്ത ചില കാര്യങ്ങൾ ഇങ്ങനെ പുലമ്പുകയാണ്. ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ കുർബാനയിലെ ഒന്നാമത്തെ തുബ്ദേനിൽ നമ്മുടെ പാത്രീസ്മാരായ മോർ ഇഗ്നാത്യോസിനെ നിങ്ങൾ ഓർക്കണം. എന്തിനാ മോർ ഇഗ്നാത്യോസായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലാതെ നിങ്ങൾ പറയും. അന്ത്യോക്യയിലെ പരിശുദ്ധ പാത്രീസ്മാവായുടെ, അതായത് മോർ ഇഗ്നാത്യോസ് നൂറോനോയുടെ പിൻഗാമികളെയാണ് ഇഗ്നാത്യോസ് എന്ന പേരിൽ പത്രീസ്മാരായിട്ട് വാഴിക്കുന്നത് നമ്മൾ വിശുദ്ധ കുർബാനയിലും മറ്റും ഓർക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഓർക്കുന്നത്? നിങ്ങൾ 1912 മുമ്പ് അന്ത്യോക്യ പാത്രീസിൻ്റെ കീഴിൽ തന്നെയായിരുന്നു നിങ്ങളുടെ കാരണവന്മാരും ഞങ്ങളുടെ കാരണവന്മാരും ഒക്കെ. അവർക്ക് ആർക്കും ഒരു സംശയം ഉണ്ടായില്ല. അവർ വളരെ ഭക്തിയാദരപൂർവ്വം തന്നെ ആ പേര് ഓർക്കുക ചെയ്യുന്നു വിശുദ്ധ കുർബാനയിൽ. നിങ്ങൾ 1912 ഒരു സഭ എന്ന് പറയുന്നു, ഒരു കൂട്ടായ്മ ഉണ്ടാക്കി, നിങ്ങൾ തന്നെ അതിൻ്റെ തലവൻ, നിങ്ങൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും. എന്നിട്ട് സഭ എന്ന പേര് നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. ആരും ഈ പേര് അംഗീകരിച്ചിട്ടില്ല. ഞാനിപ്പോഴും പറയുന്നു, മലങ്കര ഓർത്തഡോക്സ് സുരായന സഭ എന്ന ഒരു സഭ അന്നുമില്ല ഇന്നുമില്ല. നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു. നിങ്ങളൊരു സ്വയം ആവിഷ്കാര സഭ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ സ്വയം ശീർഷകത്വമുള്ള സഭ ഉണ്ടാക്കി നിങ്ങൾ തന്നെ ഓരോ കാര്യങ്ങൾ പറയും. അതുകൊണ്ട് സഭ യൂണിവേഴ്സലാണെന്ന് നിങ്ങൾ സ്ഥാപിക്കുക. നിങ്ങളുടെ ആ കൂട്ടായ്മയിലെ കുറേ ആളുകൾ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ആധുനിക പൗരസ്ത്യ ആധുനിക്കാരനും മറുപടി നടക്കാണ്. നിക്കാസുനോസ് തീരുമാനങ്ങളെ നിങ്ങൾ കാറ്റിപ്പുറത്തേക്ക് അതൊരക്ഷരം നിങ്ങൾ പറയണമില്ല. നിക്കാസുനോസിൽ തീരുമാനിച്ച അന്ത്യോക്യ പത്രീസിൻ്റെ കീഴിൽ ഒരു പൗരസ്ത്യ കാതോലിക്ക ഉണ്ടാകുന്നു. അത് ഞങ്ങളുടെ കാതോലിക്ക ആദരിച്ച അതാണ്. ഏതാ ഇപ്പോഴത്തെ ശ്രേഷ്ഠ കാതോലിക്ക ആവന്മാർ മാർ ബെസേലിയോസ് ജോസഫ് ബാബ തിരുമനസുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ട് പറയണ്ട. ഞാൻ പറഞ്ഞത് ഇഗ്നാത്യോസിൻ്റെ പേര് നിങ്ങൾ സ്വീകരിക്കുന്നതിനാണ്. നിങ്ങൾ എന്തിനാണ് തുബ്ദേനിൽ പറയണത്? അപ്പോൾ അത് സിറിയക്ക് ആയതുകൊണ്ടല്ലേ അത്. സിറിയക് ഓർത്തഡോക്സ് സഭയുടെ തലവനാണ് മോർ ഇഗ്നാത്യോസ്, മോറാൻ മോർ ഇഗ്നാത്യോസ് പരിശുദ്ധ പാത്രീസ്. അതാണ് പാശ്ചാത്യ സുറിയാനി, കർത്താവ് സംസാരിച്ച ഭാഷ. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള. നിങ്ങൾക്ക് വേണ്ടി അവിടെ ലാറ്റിൻ ഭാഷ ഉപയോഗിക്കാം, റോമിലെ പാപ്പേനെ ഓർക്കാം, അല്ലെങ്കിൽ കോപ്റ്റിക് പാത്രിയാരീസിനെ ഓർക്കാം. അത് നല്ലുള്ള ഓർക്കണം. ഈ സിറിയക്ക് കർത്താവ് സംസാരിച്ച ഭാഷയിൽ വിശുദ്ധ കുർബാന ചൊല്ലുന്ന സഭയാണ് ഞങ്ങളുടെ സഭ. നിങ്ങളത് ഏറ്റുപറയുന്നു. എന്നിട്ട് പറയുന്നു ഞങ്ങൾ സഭകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും സ്വീകരിച്ചിട്ടുണ്ട്. ഇല്ലാന്നാരാ പറയുന്നു? യെരുശലേം അങ്ങയോട് കൂടുതൽ ഈ സംഭാഷണത്തിൽ ഏർപ്പെട്ട ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു യെരുശലേമിലാണ് സഭയുണ്ടായി. അല്ലാതെ ആരെങ്കിലും പറഞ്ഞോ? യെരുശലേം സഭയുണ്ടായി. പക്ഷെ പത്രോസ് സിംഹാസനം സ്ഥാപിച്ച അന്ത്യോക്യയിലാണ്. നിക്കാസുനോദോസ് യെരുശലേമിൽ ഒരു പ്രത്യേക പാത്രിയാർക്കീസിൻ്റെ പദവി കൊടുത്തേക്കാണ് യെരുശലേമിന്.
പെരിശിലെ സഭയും അന്ത്യോക്യ സഭയും അലക്സാണ്ട്രിയൻ സഭയും, അതായത് കോപ്റ്റി സഭയും ഒരേ സഭകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പലത് സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. നിങ്ങളെ പത്രോസിൻ്റെ ദൃശ്യതലവൻ എന്നുള്ള അധികാരം നിങ്ങൾ അംഗീകരിക്കാത്തടത്തോളം കാലം ഞങ്ങൾ അവിടുന്ന് മേടിച്ചിട്ടുണ്ട് അത് ഇതായിട്ടെന്നൊക്കെ പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല. ഞങ്ങളെ ഈ 3 സഭ വിട്ട് വേറെ ഒരു സഭയിൽ നിന്നൊന്നും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. വേണ്ടത് ഞങ്ങളുടെ സംവിധായകന്മാരെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ യാക്കോബ് എൻ്റെ തക്സയിൽ അതിൽ ഗ്രീക്ക് പദങ്ങളിലെ വേറെ പദങ്ങളില്ലേ എന്നൊക്കെ ചോദിക്കണില്ല, എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇപ്പോൾ നമ്മൾ മലയാളം സംസാരിക്കുന്നു, അതിൽ ഇംഗ്ലീഷ് പദങ്ങൾ വരുന്നില്ലേ? അതുകൊണ്ട് മലയാളം അല്ല ഞങ്ങളുടെ മാതൃഭാഷ എന്ന് നമ്മൾ പറയാറുണ്ടോ? അതുകൊണ്ട് അതിൽ ഗ്രീക്ക് വാക്കുകളില്ലേ എന്നൊക്കെ പറഞ്ഞത് ബാലിച്ചാണ് അരുവേനി. അതിനൊന്നും യാതൊരു അർത്ഥമില്ല. സഭ സ്ഥാപിച്ചത് പത്രോസിൻ്റെ മേലാണ്. അത് നിങ്ങൾ അംഗീകരിക്കാത്തടത്തോളം കാലം നിങ്ങളുടെ സഭയല്ല, സഭയെന്ന് പറയുന്നത് മാത്രം. തോമാശ്ലീഹ അവിടെ സഭയൊന്നും സ്ഥാപിച്ചില്ല. കുറേ പേർക്ക് വട്ടം കൊടുത്ത് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടാക്കി കുറേ ആരാധനാലയങ്ങൾ സ്ഥാപിച്ചു. അങ്ങനെ മെത്രാപ്പൊലീത്ത വാഴിച്ചില്ലല്ലോ, അങ്ങനെ തന്നെ അറിയാലോ. അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ. നിങ്ങൾ ശ്ലൈഹിക വാഴ്വ് കൊടുക്കേണ്ടത് ചില സമയത്തെ അതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ചിരിക്കാൻ തോന്നാണ്. എന്ത് ശ്ലൈഹിക വാഴ്വാണ്? മാർ തോമാശ്ലീഹ അറിയാത്ത ഒരു ശ്ലൈഹിക വാഴ്വാണ് നിങ്ങൾ കൊടുക്കണേ. എന്തെങ്കിലും അർത്ഥമുണ്ടോ? വലിയ അംശവടി പിടിച്ച് സ്ലീഹ എടുത്ത് വാഴ്ത്തിയിട്ട് ശ്ലൈഹിക വാഴ്വെന്ന് പറഞ്ഞ് കുറേ മെത്രാപ്പൊലീത്തന്മാരെ വാഴിച്ചിട്ട് സഭയ്ക്ക് ശ്ലൈഹിക വാഴ്വ് കൊടുത്താൽ, സഭയിൽ നിങ്ങൾ പറയുന്നു അതിന് വാഴ്വ് കൊടുത്താൽ ഈ ജനങ്ങളെ പറ്റിക്കുക എന്നല്ലാണ്ട് അതൊക്കെ എന്തെങ്കിലും അനുഗ്രഹം കിട്ടണോ? ആലോചിച്ച് നോക്കി. ശ്ലൈഹിക വാഴ്വ് വേണമെങ്കിൽ പത്രോസി എന്ന് പറയണം. നിര്യാതനായ തോമസ് അച്ഛൻ വളരെ വ്യക്തമായിട്ട്, നിങ്ങളുടെ അച്ഛനല്ലേ, വളരെ വ്യക്തമായിട്ട് പറയല്ല, അന്ത്യോക്യായി ലിറ്ററിയാണ് നമുക്കുള്ളത്. നമുക്ക് കിട്ടിയതൊക്കെ അന്ത്യോക്യയിൽ നിന്നാണ്, വേറെ ഒന്നും നമുക്കില്ല. അതാണ് സത്യം. അവർ കുറച്ച് വിവരമുള്ളവരാണ്, നേരാ സത്യം പറയും. നിങ്ങളാ സത്യം ഇങ്ങനെ വളച്ചൊളിച്ച് കൊണ്ടു കിടക്കണം. അപ്പോൾ അതിനകത്ത് യാതൊരു അർത്ഥമില്ലെന്ന് എനിക്ക് പറയാനുള്ളത്. വെറുതെ സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നല്ലാതെ അത് നിങ്ങളുടെ ചെറുപ്പക്കാരെ പറ്റിക്കാരെ നിങ്ങളത് പറയുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മറുപടി പറയുന്നു. ചെറുപ്പക്കാർ കേൾക്കട്ടെ. എത്ര പേര് കേട്ടോ? 10 ആൾ കേട്ടാൽ അത്രയും, ഒരാൾ കേട്ടാൽ അത്രയും. നിങ്ങളിത് കേട്ടാലേ നിങ്ങളിതിന് മറുപടി പറയില്ല, കേട്ടില്ലെന്ന് അടിക്കുള്ളൂ. അതെനിക്കറിയാം. മറുപടി പറയുക, അപ്പോൾ എനിക്കും മറുപടി പറയണ്ടാവും. എന്ന് വിചാരിച്ച് ഞാൻ കാണുന്ന ആ വീഡിയോകൾക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വേദീരീതം നിങ്ങൾ പറയുമ്പോഴും, ഞങ്ങളുടെ വിശ്വാസത്തിനെതിരായ വേദവിരീതം നിങ്ങൾ പറയുമ്പോഴും എനിക്കതിനെ എതിർക്കാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ മോർഗ്നാത്യോസുള്ള പേര് തുബ്ദനിന്ന് മാറ്റിക്കോ. കോടതിയിൽ ഒരു തരം പറയും, ഇവിടെ വന്നിട്ട് വേറെ തരം പറയും. അതിലൊന്നും എന്തെങ്കിലും അർത്ഥമുണ്ടോ വെച്ചോ ഇതൊരു വിനി. അപ്പോൾ ശ്ലൈഹിക വാഴ്വ് പത്രോസിനും സിംഹാസനത്തിൽ നിന്ന് വരുള്ളൂ, വേറൊരു സിംഹാസനത്തിന് വരാം. ആ സിംഹാസനം ഇല്ല. തോമാശ്ലീഹയ്ക്ക് സിംഹാസനം ഇല്ല. തോമാശ്ലീഹയുടെ ഒരു സഭയെ സ്ഥാപിച്ചിട്ടില്ല. അദ്ദേഹം ഒരു പരിശുദ്ധനാണ്. തോമാശ്ലീഹ അല്ലായിരുന്നു. അദ്ദേഹത്തിന് അറിയാൻ പോലെ ഒരു മെത്രാപ്പൊലീത്തനെ വാഴിക്കുകയാണ്. അത് പത്രോസിനുള്ളതാണ് അതിൻ്റെ അധികാരം എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നല്ലോ. സഭകൾ അങ്ങോട്ട് പലതും സ്വീകരിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. പിന്നെ ദൈവശാസ്ത്രം അലക്സാണ്ട്രിയയിൽ നല്ലത് ആയിരിക്കാതെ ഞാൻ പറഞ്ഞില്ല, യെരുശലേം, അന്ത്യോക്യ, അലക്സാണ്ട്രിയ, ഈ 3 സഭകളുടെയും 3 സഭകൾ ഒരു സഭയായിട്ടാണ് വർത്തിക്കുന്നത്. വിശ്വാസം 1, ആചാരം 1, കുർബാന 1, കൂദാശ 1, ആചാരിത്വം 1. ഇപ്പോൾ അലക്സാണ്ട്രിയ കോപ്റ്റി സഭയിൽ എന്തെങ്കിലും ക്ഷീണം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിലിപ്പോൾ അവിടെ ഒരു പാത്രീസ് പെട്ടെന്ന് കാലം ചെയ്താൽ അന്ത്യോക്യ പാത്രീസ് പോയി അവിടുത്തെ പാത്രീസിനെ വഴിക്കുന്നത്. ഇവിടെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രത്യേക പരിഗണന വരുമ്പോൾ അലക്സാണ്ട്രിയ പാത്രീസ് വന്ന്
അന്ത്യോക്യ പാത്രീസിനെ വാഴിക്കുന്നുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ഒരു സഭയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്തൊരു യാതൊരു കുഴപ്പമൊന്നും തോന്നണില്ല. ഒന്ന് സിറിയക് ഓർത്തഡോക്സ് സഭ, മറ്റേത് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ, മറ്റേത് അർമീനിയൻ ഓർത്തഡോക്സ് സഭ. ഇതൊക്കെയാണ് എൻ്റെ കാര്യം. അവരുപയോഗിക്കുന്ന ഭാഷ ഉപയോഗിച്ചാൽ പേര് പറയും, അതാണ്. അല്ലാതെ ദേവീശാസ്ത്ര അലക്സാണ്ട്രിയയിൽ നിന്ന് വന്നിട്ടില്ല എന്നോ, അലക്സാണ്ട്രിയയിൽ നിന്ന് മാത്രമല്ല, ഇവിടുത്തെ പിതാക്കന്മാരും അവിടുത്തെ പിതാക്കന്മാരും ഒക്കെ സഹകരിച്ചാണ് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പിന്നെ AD 451 കൽക്കീദോസ് നോദോസ് കൂടിയപ്പോൾ കർത്താവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും രണ്ട് സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞു വന്നപ്പോൾ അതിനെ ശക്തമായിട്ട് എതിർത്തത് അന്ത്യോക്യ പാത്രീസും അലക്സാണ്ട്രിയൻ പാത്രീസും ഒക്കെ ഒരുമിച്ചാണ് ശക്തമായിട്ട് എതിർത്തത്. അതുകൊണ്ട് ഈ സഭകൾ വേർതിരിക്കാൻ നോക്കണ്ട, അത് ഒരു സഭയാണ്. അതങ്ങനെയൊക്കെ അറിയാം. അതിപ്പോഴത്തെ ചെറുപ്പക്കാർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ പറയുന്നു. അതുകൊണ്ട് ലിറ്ററേച്ചർ എപ്പോഴും സിറിയക്കാണ്. പല പുസ്തകങ്ങളും ഗ്രീക്കിൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് സുറിയാനിയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഓർക്കുന്ന പാശ്ചാത്യ സുറിയാനി കർത്താവ് സംസാരിച്ച ഭാഷയാണ്. നിങ്ങളത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആ സഭയിൽ അങ്ങല്ല. അന്ത്യോക്യ പാത്രീസിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ അങ്ങേരുടെ കീഴിലാണെന്ന് നമുക്ക് പറഞ്ഞത് ഒരു വിദേശി ഇവിടെ ഒന്ന് ഭരിക്കാൻ നോക്കണ്ട. 12 മുമ്പ് വരെ ചെയ്തൊക്കെ മണ്ടന്മാരായി, കാരണവന്മാരൊക്കെ മണ്ടന്മാരായി. ഇപ്പം ഞങ്ങളെ ഭരിക്കാൻ അവരാരും വരണ്ട, ഒരു വിദേശിയോട് വരണ്ട. വിദേശി വരട്ടെ, ഈ തോമാസിലെ വിദേശി, കർത്താവ് വിദേശി, എത്ര പേര് വിദേശികൾ. പിന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റിയ ഒരു രക്തസാക്ഷികളൊന്നുമില്ല, സഭാപിതാക്കന്മാരുമില്ല. വേറെ പറഞ്ഞിടത്ത് കാര്യമൊന്നുമില്ലല്ലോ. ചുരുക്കത്തിൽ പറയാം, നിങ്ങൾ കർത്താവിൻ്റെ ഭൗതിക ശരീരമല്ല, സഭ ഭൗതിക ശരീരമുള്ളൂ, അതല്ല നിങ്ങൾ. പിന്നെ മാമോദീസ ശരിയല്ല, മോറം ശരിയല്ല, മറ്റൊരു ഉദാശ ശരിയല്ല. പിന്നെ എങ്ങനെയാണ് മുടക്കപ്പെട്ട ശ്ലൈഹിക വാഴ്വുകളെ നിങ്ങൾ മുടക്കണേ? അതുകൊണ്ട് എന്താണ് ഉള്ളത്? എന്തിനാ തന്നെ മുടക്കപ്പെട്ട പാത്രീസിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് കോപ്റ്റിക് സഭയിൽ പോയി പാത്രീസിൽ കൊണ്ടുവരായിരുന്നു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സഭയിൽ ചെന്ന് അവരുടെ തലവനെ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് ചേർത്താൻ പോരായിരുന്നു. അത് ചെയ്തില്ല. മോർ ഇഗ്നാത്യോസ് മാറ്റിയില്ല, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പാത്രീസുമാരെ അനുസരിക്കില്ല. ഇതൊക്കെ പരസ്പര വൈരുദ്ധ്യങ്ങളല്ലേ തിരുവേനി. എന്നിട്ട് പിന്നെ ഈ അർത്ഥമില്ലാത്ത പ്രസ്താവനകൾ ഇങ്ങനെ ഇറക്കല്ലേ. തോമസ് അച്ഛൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷേ M.O. ജോണച്ചൻ അതിനെ വളച്ചൊടിച്ച് ശക്രുള്ള ഭാവ വന്നപ്പോൾ തക്സാൽ കൊണ്ടുവന്നു, തകലൈത്ത കൊണ്ടുവന്നു, മർവസാൽ കൊണ്ടുവന്നു, പ്രാർത്ഥനാ പുസ്തകങ്ങൾ കൊണ്ടുവന്നു, ഇതൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ ക്രോഡീകരിച്ച് ഈവാനോസിരിവാരിയായിരുന്നു. അവരുടെ ഈവാനോസിരിവാരി എന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടം എന്ന് പറയുന്നത്. കൊണ്ടുവന്ന് ഭാവിക്കുന്നതൊന്നും ക്രോഡീകരിക്കാൻ അറിയാൻ പാടില്ല, അതിന് മുമ്പുള്ളവർക്ക് അറിയാൻ പാടില്ല, അതിന് പിമ്പുള്ളവർക്ക് അറിയാൻ പാടില്ല. ഇങ്ങനെ ഒരു വക ഒരുപാട് മീരണം വർഗീസ് പറഞ്ഞാലും ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അദ്ദേഹം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മൈൻഡ് ചെയ്യാണല്ലോ. ഓരോ വാചക ശ്രദ്ധ നല്ലത്, അതിനകത്തൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല, ഒറ്റ പോയിന്റ് മാത്രമേ എനിക്ക് പറയാനുള്ളത്. ഇഗ്നാത്യോസ് എന്നുള്ള തുബ്ദേനിൽ നിങ്ങളത് മാറ്റും. ഭരണഘടനയിൽ അന്ത്യോക്യ പാത്രീസാണ് ആഗമാന സിറിയക് ഓർത്തഡോക്സ് സഭ. സിറിയക് ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞാൽ ആഗമാന ഓർത്തഡോക്സ് സഭയുടെ തലവൻ അന്ത്യോക്യ പാത്രീസാണെന്ന് പറയും. അങ്ങനെയല്ല, ആഗമാന സിറിയ ഓർത്തഡോക്സ് സഭയുടെ തലവൻ പാത്രീസ് ഒന്നുമില്ല, അന്ത്യോക്യ പാത്രീസ് അല്ല. എത്ര ഓർത്തഡോക്സ് സഭകളുണ്ട്? ബൈസന്റിയൻ സഭകൾ, അധികം ഓർത്തഡോക്സ് സഭകൾ, ഗ്രീക്ക് ഓർത്തഡോക്സ്, റഷ്യൻ ഓർത്തഡോക്സ് സഭ, ബൾഗേറിയൻ, ഇങ്ങനെ ഒരുപാട് കിടപ്പുണ്ട്. അതിൻ്റെ ഒന്നും തലവൻ ഞങ്ങളുടെ പാത്രീസില്ല. സിറിയക് ഓർത്തഡോക്സ് സഭയുടെ തലവനാണ്. അത് ലോകമെമ്പാടുള്ള ഒരു സഭയാണ്. അതിൻ്റെ തലവനാണ് ഇഗ്നാത്യോസ് പാത്രീസ് ബാവ. അവരൊറ്റ പോയിന്റ് മാത്രമേ ഞാൻ ഇതിനകത്ത് ഊന്നി പറയുന്നുള്ളൂ. ബൈബിളിലെ കാര്യങ്ങൾ കൂടെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഒരു തരത്തിൽ പറയും, മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കും. ഇടപാട് നിർത്തുക. വെറുതെ സഭയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കല്ലേ തിരുവേനി.
തിരുമേനി എന്ന് പറയുന്നത് തന്നെ പലരും എന്നെ വിമർശിക്കുന്നുണ്ട്. കയ്യൊപ്പില്ലാത്ത, ശരിയായ ആചാര്യത്വമില്ലാത്ത അദ്ദേഹത്തെ എന്തിനാ തിരുമേനി എന്ന് വിളിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ സാമാന്യ മര്യാദ അനുസരിച്ച് ഞാൻ ചെയ്യുന്നു. ഇനി അങ്ങനെ തന്നെ പറയുള്ളൂ. നമ്മുടെ കാതോലിക്കാന്ന ഭാവം തന്നെ പറയണത്. അദ്ദേഹം പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഇതൊക്കെ തന്നെ അദ്ദേഹം കൂട്ടിക്കൊഴിച്ച് നമ്മളോടൊക്കെ കൂട്ടിക്കൊഴിച്ച് പറയുകയാണ്. ഞങ്ങളൊരു പള്ളി പിടിച്ചെടുക്കാൻ പറ്റില്ല. ഈ പള്ളി പിടിച്ചെടുത്തതൊക്കെ ഞങ്ങൾ സ്വമേധയെ വിട്ടതെന്നാണോ? നമ്മൾ പോലീസിനെ കൊണ്ട് പിടിച്ചെടുത്തതല്ലേ? ഞങ്ങൾക്ക് അവകാശപ്പെട്ട പള്ളികളാണ്. അപ്പോൾ 1912 മുമ്പ് ഞങ്ങളുടെ കാരണവന്മാർ പണിത പള്ളികളൊക്കെ ഒക്കെ നിങ്ങൾക്ക് അവകാശപ്പെട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. മലങ്കര ഓർത്തഡോക്സ് ക്രൈസ്തവ സഭയില്ലതേ. പിന്നെ എങ്ങനെയാണ്? പിന്നെ നിങ്ങൾക്ക് എന്താ അവകാശത്തിന് മതി? നിങ്ങൾക്ക് ആത്മീയമായിട്ടൊന്നുമില്ല. സത്യം പറഞ്ഞാൽ കുറേ ആശുപത്രികളുണ്ടാക്കുക, കുറേ സ്കൂളുകളുണ്ടാക്കുക, കുറേ മറ്റ് സ്ഥാപനങ്ങളുണ്ടാക്കി സമൂഹത്തിൽ വല്ലാത്തൊരു സാമ്പത്തിക ഭദ്രത ഉള്ള ഒരു സഭയാക്കി നിങ്ങൾ രൂപാന്തരപ്പെട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണു, അത് ചെയ്യണു, ഇത് ചെയ്യണു, ചാരിറ്റി ചെയ്യണു, ഇതൊക്കെ പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്തി ഞാൻ വലിയൊരാളാണ്, എൻ്റെ സഭയുടെ തല വലിയ ഒരാളാണ്, വേണ്ട സാമ്പത്തികം ഉണ്ടാകണം, അത് ചെയ്യണു, ഞങ്ങൾക്ക് ആശുപത്രി സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വരുത്തി തീർത്ത് സ്വത്ത് സമ്പാദിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഭരണഘടനയും ഭരണഘടന വലിയ പ്രസക്തിയിലുണ്ടായ 2 കോടതികളിലും. മാർച്ച് 24-ാം തീയതി എന്ന് പറയുന്ന വിധി അത് സുപ്രീം കോടതി വിധി തന്നെയാണ്, ഹൈക്കോടതി വിധിയാണെങ്കിലും. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? അതൊന്നും ആരും വിടാനില്ലല്ലോ. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തുബ്ദേനിൽ ഒന്നുകിൽ പേര് മാറ്റാം, അല്ലെങ്കിൽ പേര് മാറ്റിയില്ലെങ്കിൽ അന്ത്യോക്യ പാത്രീസ് അംഗീകരിച്ച് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഉള്ള സഭയാകുന്ന യാക്കോബായ സഭയിൽ ചേർന്ന് മുൻപോട്ട് പോകാം, ഒരുമിച്ച് പോകാം. അല്ലാതെ പറ്റുമില്ലെങ്കിൽ വേറെ 2 സഭയായിട്ട് തിരിയാം. അതിനാണ് സാധ്യത കൂടുതൽ. അതിന് പരിശ്രമിക്കുക. വെറുതെ പോയി ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിക്കില്ല. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.